മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടിക്കറ്റ് ടു ഫിനാലയുടെ അവസാനത്തെ ടാസ്ക്കാണ്. നമ്മൾ എല്ലാ സീസണിലും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നൂറ ഇങ്ങനെ അനീഷേട്ടൻ ഉന്തുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട്, നൂറ ഇവിടെയെങ്കിലും നീ ഒരു ഫെയർ ഗെയിം കാണിക്കുക, എന്നെ ഇങ്ങനെ തള്ളല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ അപ്പം തന്നെ ഇടപെടുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, എന്തിനാ നൂറ ഇങ്ങനെ കാണിക്കുന്നത്, നിൻ്റെ ഒരു കാലം അങ്ങോട്ട് വെക്കുക, ആര്യ നിൻ്റെ കാലം അങ്ങോട്ട് മാറ്റി വെക്ക്, അപ്പം നൂറയ്ക്ക് കാല് വെക്കാൻ സ്ഥലം ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോകില്ല, ഞാൻ നിങ്ങളോടൊന്നും തിരിച്ച് പറയുകയില്ല എന്ന്. അപ്പോഴേക്കും ആതിര തലയിലിട്ടൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എന്തിനാണ് അനീഷേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. നീ എന്തിനാണ് അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഡോറൊക്കെ തുറക്കുന്നുണ്ട്. അനുമോൾ അത് അടയ്ക്കാൻ പോകുമ്പോൾ അതിൽ അനുമോൾ ചീത്തയൊക്കെ പറയുന്നുണ്ട്. നീ നന്മമരം കളിക്കാൻ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നൂറയാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, അനുമോൾ നന്മമരം കളിക്കല്ല, അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ട് അനുമോൾ വരുമ്പോഴൊക്കെ ചീത്ത പറയുന്നുണ്ട്. ഈ വെള്ളം കുടിക്കാൻ പാടില്ല, അതേപോലെ തന്നെ ഡോറ് തുറക്കാൻ പാടില്ല, അതേപോലെ തന്നെ ഫുഡ് കഴിക്കാൻ പാടില്ല, ഉറങ്ങാൻ പാടില്ല. ഈ നിയമങ്ങളൊക്കെ പാലിച്ചു കഴിഞ്ഞാലാണ് ഈ ഒരു ടാസ്കിൽ വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണെങ്കിലും ഈ ഒരു ടാസ്കിൽ ആര് വിജയിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം. അനുമോൾ പറയുന്നുണ്ട് എനിക്ക് 8ാമത്തെ സീസണിൽ വന്നാൽ മതിയായിരുന്നു, ഈ സീസണിൽ വരണ്ടായിരുന്നു, ഒരു നല്ല കണ്ടസ്റ്റൻസും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആദില അനീഷേട്ടൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യാനൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാനല്ല ഓപ്പൺ ചെയ്തവർ തന്നെ അടയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനം അനീഷേട്ടൻ തന്നെ അടയ്ക്കുന്നുണ്ട്. ആ സമയത്ത് അനീഷേട്ടന് കട്ട സപ്പോർട്ടായിട്ട് ഞാനുണ്ടെന്ന് അക്ബർ പറയുന്നുണ്ട്. ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൂറ് പറയുന്നുണ്ട്, അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ അനീഷേട്ടൻ ആർമി ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആരും പറയുന്നുണ്ട് ഞാനും ഉണ്ടെന്ന്. അപ്പോൾ അനുമോൾ സാബുമാനും പറയുന്നുണ്ട് ഞാനുണ്ടെന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ആരെയും വിശ്വസിക്കരുത് അനീഷേട്ട, ഈ സാബുമാനെ പോലും വിശ്വസിക്കരുതെന്ന്.